ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളുവാവ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ പ്രകാരം നമ്മൾ മുളക് വറുത്തപ്പുളി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. മുളക് വറുത്തപ്പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്കൊന്നും അറിയില്ല. ഞങ്ങളുടെ നാട്ടിൻപുറത്ത് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ മുളക് വറുത്തപ്പുളി. ചെറുതായിട്ട്, അതായത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്കൊക്കെ പേഴ്സണലി ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ. ഞങ്ങളൊക്കെ എന്നും പച്ചക്കറിയും കാര്യങ്ങളൊന്നും നമുക്കൊന്നും മേടിക്കാൻ കഴിവില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, മുന്നേ ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ ഉള്ള സമയത്തൊക്കെ കേട്ടോ എൻ്റെ വീട്ടിൽ മിക്കവാറും ദിവസങ്ങളിൽ വെക്കുന്ന ഒരു കറിയാണ്. എൻ്റെ വീട്ടിൽ നല്ല പേഴ്സണലി നാട്ടിൻപുറത്തൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെയുണ്ട്, കുറേ പേര് പറഞ്ഞു കേട്ടോ എങ്ങനെയാണ് അത് വെക്കുകയെന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ പേരൊന്നും ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത് എന്താ കറി ചോദിക്കുമ്പോൾ നമ്മൾ മുളക് വറുത്തപ്പുളി എന്ന് പറഞ്ഞാൽ അത് എന്താ സാധനം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊരു ഷോർട്ടായിട്ട് ഇടണമെന്ന് പറഞ്ഞത് പ്രകാരം ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ വളരെ കുറച്ച് സാധനങ്ങൾ മതി കേട്ടോ. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും, പിന്നെ കുറച്ച് കാന്താരി മുളകും, കുറച്ച് കരിവേപ്പിലയും, പിന്നെ ഉലുവ, കടുക്, വെളിച്ചെണ്ണ, പുളി. ഇപ്പോൾ ഇവിടെ പുളി വാളംപുളിയാണ് കേട്ടോ അതിലേക്ക് എടുക്കുന്നത്. ഇപ്പോൾ വാളംപുളി നമ്മളിവിടെ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. പിന്നെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. കഴിഞ്ഞ് കടുക് ഇട്ട് കൊടുക്കാം, കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കടുക്, ഉലുവ, ഉണക്കമുളക്, കരിവേപ്പില, അത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഉള്ളിയിൽ അല്ലെങ്കിൽ ഉപ്പുണ്ടാവില്ല. നന്നായിട്ട് മൂത്ത് വരുന്ന വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട്, ചില ആൾക്കാരൊന്നും തിളപ്പിക്കില്ല എന്ന് പറയാറുണ്ട്, പക്ഷെ ഞാൻ നന്നായിട്ട് തിളപ്പിക്കും കേട്ടോ. തിളപ്പിച്ചിട്ടില്ലെങ്കിൽ എനിക്കത് ഇഷ്ടമാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ മുളക് വറുത്തപ്പുളി. ഒരു കുഞ്ഞ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ. അപ്പം നമ്മുടെ മുളക് വറുത്തപ്പുളി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ മുളക് വറുത്തപ്പുളി വയ്ക്കാൻ. സതീശൻ ചേട്ടൻ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം. കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കില്ലേ നിൻ്റെ മുളക് വറുത്തപ്പുളി വീഡിയോ എന്നാ വരിക എന്ന്. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടമാവുമെന്നൊന്നും അറിയില്ല, പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതോ ഉണക്കമാന്തൾ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. ഒരു ചമ്മന്തിയും ഒരു ഉണക്കമീൻ വറുത്തതും ഈ മുളക് വറുത്തപ്പുളി ഉണ്ടെങ്കിൽ ചോറുണ്ണാൻ സുഖമാണ് കേട്ടോ. നന്നായിട്ട് ചോറുണ്ണാൻ പറ്റും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ. അപ്പോൾ ഇന്ന് നമ്മുടെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. മാഗിയും മുട്ടയും കൂടി ഉണ്ടാക്കിയതാണ് ഞാൻ. എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എണീറ്റുണ്ടായിരുന്നു കേട്ടോ. എണീറ്റിട്ട് ചെറുതായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ലേ മാഗി. അപ്പോൾ ഇന്നത്തെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മാഗി മുട്ടയാണ് കേട്ടോ. എനിക്കിഷ്ടമല്ല, പിള്ളേർക്ക് ഉണ്ടാക്കിയത്. മാള് പാവയൊന്നും കഴിക്കില്ല, കിച്ചുവിന് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്.